ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഒക്കെ ഒരുപാട് മാസങ്ങൾക്ക് മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോഴൊക്കെയാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, സമയം കിട്ടുന്നത് തന്നെ. അപ്പോൾ എന്താ, ഇച്ചൂട്ടൻ്റെ ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സെപ്റ്റംബർ 2-ാം തീയതി ആയിരുന്നു അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അതിന് 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ഒക്കെയാണിത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കയ്യൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നത്. നമ്മുടെ സ്ഥിരം ഫോട്ടോഗ്രാഫറായ കിരൺ ആണ് നമ്മളെ ഇച്ചൂട്ടൻ്റെ ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇച്ചൂട്ടനും നല്ല കിടു മാസ് ലുക്കിലാണ് കേട്ടോ ആദ്യത്തെ ഫോട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവന് ചെറിയ ജലദോഷവും പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ആദ്യം നല്ല മൂടുണ്ടായിരുന്നെങ്കിലും അവസാനമാകുമ്പോൾ കുറച്ച് ബാക്കോട്ട് അടിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ, ഫോട്ടോ എടുക്കുന്നുണ്ട്, നമ്മളെ ഫാമിലി പിക്സൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ, അവൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കെണികളൊക്കെ ആക്കിയാണ് കേട്ടോ നമ്മൾ. 2 ഡ്രസ്സിലാണ് കേട്ടോ അവൻ്റെ ഫോട്ടോഷൂട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു കോട്ടും സ്യൂട്ടും ആയിട്ടുള്ള ഒരു ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ എന്താ, അവൻ്റെ മൂഡൊക്കെ ഏകദേശം ഈ സമയത്ത് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിരണും കുറേ കഷ്ടപ്പെട്ടു അവൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ, അവൻ കുറച്ച് ഡള്ളാണെങ്കിലും ഫോട്ടോസൊക്കെ കിടുവായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവന് ഓടാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഓടുന്ന ടൈപ്പിലായിരുന്നു ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ആ സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്ത് അവനൊരു എൻ്റർടൈൻമെൻറ്റായി തോന്നിയിട്ടുണ്ടാവും അവന്. അപ്പോൾ എന്താ, കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും അവന് ഭയങ്കര ഓടാനുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു. കൈ പിടിക്കച്ചാ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ ഓടി. അങ്ങനെ ഇതാ അവൻ്റെ മൂഡൊക്കെ ഏകദേശം ഡൗണായി. ഇതിപ്പോൾ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ എന്തൊക്കെയോ കളിപ്പിച്ചിട്ടാണ് അവനൊന്ന് ചിരിച്ച് ഫോട്ടോയിൽ നിന്നത്. പക്ഷേ നമ്മളൊരു ഫാമിലി ഫോട്ടോയിൽ അവനൊന്ന് ചിരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയോ രീതിയിലായിരുന്നു നമ്മൾ ഫോട്ടോ എടുത്തത്. അച്ഛനും അമ്മയും എടുക്കുന്ന സമയത്ത് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഏട്ടൻ ഇപ്പുറത്ത് നിന്ന് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അടുത്തൊരു ഡ്രസ് ലുക്കിലായിരുന്നു. അപ്പോൾ എന്താ, ഇതായിരുന്നു നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ്. വണ്ടി കിട്ടിയതുകൊണ്ട് തന്നെ അവൻ കുറച്ച് നേരം ആ വണ്ടീനോട് കളിച്ചു. അതുകൊണ്ട് കുറച്ച് നല്ല നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടി. ഇതിൻ്റെ നല്ല ഫോട്ടോസൊക്കെ കിട്ടാനുള്ള കാരണം മെയിൻ റീസൺ ഏട്ടൻ തന്നെയാണ് കേട്ടോ. ഏട്ടൻ ഓരോരോ രീതിയിൽ അവനെ കളിപ്പിച്ചതുകൊണ്ട് തന്നെ അവൻ അതിനോട് പ്രതികരിച്ച് ചിരിക്കുകയും അതുപോലെ കളിക്കുകയും ആക്ഷൻ ചെയ്തു. അതുകൊണ്ട് തന്നെ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ. പിന്നെന്താ, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞിട്ട് നമ്മളെന്താ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഈ ഒരു 3 തെർമോക്കോൾ വെച്ചിട്ട് ചെയ്തതാണ്, കിരൺ തന്നെ കൊണ്ടുവന്നതാണ്. അപ്പോൾ എന്താ, അവൻ്റെ മൂഡൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അവന് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ ഇവിടെ കുറച്ച് യെല്ലോ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ കാറിന് മാച്ചാവുന്നത് കൊണ്ട് തന്നെ അവിടെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നീട് നമ്മൾ അവിടെ തന്നെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പാലായി കഫേ എന്നുള്ളൊരു റെസ്റ്റോറൻറ്റ് കണ്ടത്. അപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചു ഇച്ചൂട്ടൻ്റെ ബർത്ത്ഡേ ഇവിടെ നിന്ന് നടത്താമെന്ന്. അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവരോട് ചർച്ചയൊക്കെ ചെയ്തിട്ട് നമ്മൾ ബർത്ത്ഡേ ഇവിടെ വെച്ചു. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു ഫുഡ് ടേസ്റ്റ് ചെയ്തു, ചട്ടിച്ചോറ്. അപ്പോൾ ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ, എല്ലാ കറികളും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ചട്ടിച്ചോറ് ഇഷ്ടമായി.
അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ ഈച്ചൂട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ട് ഒരു പുഴയുടെ സൈഡിലാണ് ഈ ഒരു പാലായി കഫേ വരുന്നത്. കയ്യൂർ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചട്ടിച്ചോറിൽ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഫുഡും അടിപൊളിയായി, ബർത്ത്ഡേ ഫോട്ടോഷൂട്ടൊക്കെ അതിഗംഭീരമായി. പോകുന്ന സമയത്ത് ഈച്ചൂട്ടൻ ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇതൊക്കെയേ ഉള്ളൂ. ഇനി നമുക്ക് ഈച്ചൂട്ടൻ്റെ ബർത്ത്ഡേ ഫോട്ടോഷൂട്ടിൻ്റെ ഫോട്ടോസ് കാണാം. അടുത്ത പുതിയ വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ.